ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഭാര്യയുമായി വഴക്കിലാണോ എങ്കിൽ പരിഹരിക്കാൻ ഇതാ ചില മാർഗങ്ങൾ. പലർക്കും അറിയാത്ത, പലർക്കും ഡൗട്ടുള്ള ചില കാര്യമാണ് അല്ലേ? എങ്കിൽ ഇതാ നീ വിഷമിക്കേണ്ട. ഭാര്യയുമായി വഴക്കിലാണെങ്കിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത്. ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പങ്കാളിയുമായുള്ള വഴക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും. അതിന് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? എല്ലാ ബന്ധങ്ങളിലും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ സർവ്വസാധാരണമാണ്. ഒരു ജീവിതത്തിൽ ഇണക്കവും പിണക്കവും ഒക്കെ വേണം. ആ ജീവിതത്തിലെ സന്തോഷം ഉണ്ടാവുകയുള്ളൂ, ആ ജീവിതത്തിലെ നല്ല ഐക്യം ഉണ്ടാവുകയുള്ളൂ, ആ ജീവിതത്തിലെ നല്ല രസകരമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. പലപ്പോഴും ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ അധിക ദിവസം വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നതാണ് ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ കാരണമാവുന്നത്. പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കേണ്ടത് വളരെ പ്രധാനമാണ്. എത്ര സ്നേഹത്തിലാണെങ്കിലും ഒരു വഴക്കുണ്ടായാൽ അത് പരിഹരിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ട് വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ പങ്കാളിയുമായി വഴക്കുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത് എങ്ങനെ പരിഹരിക്കുന്നു? 24 മണിക്കൂർ നിയമം. അതായത് ഏതൊരു വഴക്ക് നടന്നാലും ഈ 24 മണിക്കൂർ നിയമം പാലിക്കുന്നത് ഗുണം ചെയ്യും. അതായത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായാൽ 24 മണിക്കൂർ സമയത്തേക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. ആ പ്രശ്നം അപ്പോൾ തന്നെ ഇങ്ങനെ വലിച്ചു നീട്ടി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാതെ 24 മണിക്കൂർ സമയത്തേക്ക് അതിനെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യരുത്. ചർച്ചകളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് വികാരങ്ങൾ പ്രതിഫലിക്കാനും പ്രോസസ് ചെയ്യാനും ഈ നിയമം മതിയായ സമയം നൽകുന്നു. ഈ നിയമം പാലിക്കുന്നത് സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതും കൂടുതൽ തീവ്രമാകുന്നതും തടയാൻ സഹായിക്കും. ഈ സമയമെടുക്കുന്നതിലൂടെ അർത്ഥവത്തായതും പ്രയോജനപ്രദവുമായ രീതിയിൽ കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ സഹായിക്കുമെന്ന് വിവിധ ഗവേഷണങ്ങളും പഠനങ്ങളും പറയുന്നുണ്ട്. വൈകാരികമായ തീവ്രത കുറച്ച് വ്യക്തമായ മാനസികാവസ്ഥയോടും ധാരണയോടും കൂടി പ്രശ്നത്തെ സമീപിക്കാൻ ഇത് രണ്ട് പങ്കാളിയെയും അനുവദിക്കും. അത്യധികമായ ഈ സമീപനം ആരോഗ്യവും സന്തുഷ്ടവുമായ ബന്ധം കൈവരിക്കുന്നതിന് സഹായിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 24 മണിക്കൂർ സമയത്തേക്ക് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതിരിക്കുക. അതുപോലെ ശാരീരികമായ അടുപ്പം. വാക്കാലല്ലാതെ ശാരീരികമായുള്ള ചെറിയ സ്പർശനം മതി പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ. മൃദുവായ സ്പർശനങ്ങളോ ആലിംഗനങ്ങളോ ഓക്സിഡോസിൻ ഉത്പാദിപ്പിക്കുന്നു. ഇത് ബോണ്ടിംഗ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. വിയോജിപ്പുകൾക്കും വാദപ്രതിവാദങ്ങൾക്കുമിടയിൽ പോലും സമ്മർദ്ദത്തിന്റെ തോത് കുറയ്ക്കുന്നതിലും വൈകാരിക അടുപ്പം വർദ്ധിക്കുന്നതിലും ഈ പ്രത്യേക ഹോർമോൺ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സുരക്ഷയും ഉറപ്പും നൽകുന്നതിലൂടെ പിരിമുറുക്കം തൽക്ഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ അടുപ്പം സഹാനുഭൂതിയും ധാരണയും ആശയവിനിമയം നടത്തുന്നു. സംഘർഷങ്ങൾ പരിഗണിക്കാതെ തന്നെ തമ്മിൽ വിലമതിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്ന് രണ്ട് വ്യക്തികളെയും ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ശാരീരികമായ അടുപ്പം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സുരക്ഷിതമായ വാക്ക്. പൊരുത്തക്കേടുകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് പങ്കാളിയുമായി വ്യക്തിഗതമാക്കിയ സുരക്ഷിതമായ വാക്കോ സിഗ്നലോ സൃഷ്ടിക്കുന്നത് സഹായിക്കും. പങ്കാളിക്ക് അമിതഭാരം അനുഭവപ്പെടുമ്പോഴോ ചർച്ചയിൽ നിന്ന് ഇടവേള ആവശ്യമായി വരുമ്പോഴോ ഇത് വ്യക്തവും മാന്യവുമായ ആശയവിനിമയ രീതി വാഗ്ദാനം ചെയ്യുന്നു. ഇത് രണ്ട് വ്യക്തികളെയും പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ശാന്തവും വ്യക്തവുമായ വീക്ഷണത്തോടെ സംഭാഷണം പുനരവലോകനം ചെയ്യാനും അനുവദിക്കുന്നു. ഈ സമീപനം സ്വീകരിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞ നിമിഷങ്ങളിൽ പരസ്പരം വൈകാരിക ആവശ്യങ്ങൾ അംഗീകരിച്ച് സാധൂകരിക്കുന്നതിലൂടെ ബന്ധത്തിനുള്ളിൽ പരസ്പര ബഹുമാനവും ധാരണയും ശക്തിപ്പെടുത്തും. അതുകൊണ്ടാണ് പറയുന്നത് സുരക്ഷിതമായ വാക്കുകൾ ഉച്ചരിക്കാൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കത്തുകളൊക്കെ എഴുതാം. വലിയ വഴക്കുകൾക്ക് ശേഷം ചെറിയ രീതിയിലുള്ള രസകരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് നിഷ്കളങ്കരമാക്കുന്ന രീതിയിലുള്ള കത്തുകളൊക്കെ എഴുതാം. ഇത് വളരെ രസകരമായിരിക്കും. ആ തെറ്റ് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ കാരണമാകും. അതുപോലെ കത്തുകൾ എഴുതുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. വലിയ വഴക്കുകൾക്ക് ശേഷം ചെറിയ രീതിയിലുള്ള കത്തുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദൃശ്യങ്ങളൊക്കെ ഉപയോഗിച്ച് പിണക്കം തീർക്കാൻ നോക്കുന്നത് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് സങ്കീർണമായ വിഷയങ്ങളെയും പ്രശ്നങ്ങളിലും മികച്ച ധാരണയും വ്യക്തതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള അസാധാരണവും എന്നാൽ ഫലപ്രദവുമായിട്ടുള്ള ഒരു മാർഗം തന്നെയാണിത്. അതുകൊണ്ടാണ് പറയുന്നത് കത്തുകൾ എഴുതാം എന്നുള്ളത്. രണ്ടുപേരും പരസ്പരം പിണക്കത്തിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രസകരമായിട്ടുള്ള കത്തുകളൊക്കെ എഴുതാം. അപ്പോൾ രണ്ടുപേരും ഇത് സ്വയം വായിക്കും. രണ്ടുപേരും ട്രോളിയിട്ടൊക്കെ, അതായത് രസകരമായ രീതിയിലൊക്കെ തമാശയൊക്കെ പറഞ്ഞ് കത്ത് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഫോണിലൂടെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാം. രണ്ടുപേരെയും പങ്കാളിയെ രസിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇങ്ങനെ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ എന്താകും, ഈ പിണക്കം പെട്ടെന്ന് തന്നെ ശരിയാവാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇത്രയുമാണ് മനസ്സിലാക്കുവാനുള്ളത്. നല്ല ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.